കർത്താവിന്റെ ഏത് പരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാൻ ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 95-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് താൻ സകല ജനത്തോടും ആഹ്വാനം ചെയ്ത് വിളിക്കുകയാണ്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ. അപ്പൊ സകല ജനത്തിനുള്ളൊരു ആഹ്വാനമാണ്. ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത അങ്ങനെയാണല്ലോ എഫെസ്യർ 1 വായിക്കുന്നത്. ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത, അഥവാ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മെ പേർ ചൊല്ലി വിളിച്ച, ഈ ഭൂമി ജീവിക്കുന്നതിന് വേണ്ടി എല്ലാ സന്ദർഭവും നമുക്ക് തന്ന ആ കർത്താവിന്റെ മുമ്പിൽ വന്ന് നാം നമ്മുടെ കർത്താവിനെ വണങ്ങി നമസ്കരിക്കണം. നാം കർത്താവിന് മുട്ടുകുത്തി അല്ലെങ്കിൽ അവനെ വണങ്ങി നമസ്കരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നഗ്നനായി വന്നയാളാണ്. നിങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ നിങ്ങളെ ഓരോ ദിവസത്തെ വളർച്ചയിൽ നിങ്ങളോട് കൂടെ ഇരുന്നവൻ യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ വളർച്ച പ്രാപിച്ച് നിങ്ങൾ യൗവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് സ്വന്തം അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെ ഓരോന്നും നേടുവാനൊക്കെ ദൈവം അവസരം തന്നു. അങ്ങനെ ജീവിതത്തിലെല്ലാം നല്ല സന്ദർഭങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കർത്താവിനെ വണങ്ങി നമസ്കരിക്കണം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പൊ നമ്മെ നിർമ്മിച്ച, നമ്മെ ഉണ്ടാക്കിയ, നമ്മെ സൃഷ്ടിച്ച ദൈവം, കുരകിന്റെ വാല് മുറിഞ്ഞ് വാല് മുറിഞ്ഞ് മനുഷ്യൻ രൂപമെടുത്തതല്ല, ദൈവം നമ്മെ നിർമ്മിച്ചതാകട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ വണങ്ങി നമസ്കരിക്കുവാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയായിരിക്കണം. ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾക്ക് സ്വയമായി തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ നിരാശനായി ദുഃഖിതനായി മാറുന്ന ചില സാഹചര്യമുണ്ട്. രക്തക്ഷയം, കുടുംബത്തിലെ നിരവധി പ്രശ്നങ്ങളാണ് നിങ്ങൾ മനം മടുത്ത് കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കുമ്പോഴേ നിങ്ങൾക്കൊരു സ്വസ്ഥത നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ദൈവത്തിലേക്ക് വന്ന് നിങ്ങൾ ദൈവത്തെ വണങ്ങി നമസ്കരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ മാറ്റിത്തരാൻ കർത്താവിന് കഴിയും. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ നമുക്ക് ഒരുപാട് മനുഷ്യരെ കാണാൻ കഴിയും. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങളിലും എല്ലാവരും നല്ല കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. പേരും പ്രശസ്തിയും പാരമ്പര്യമൊക്കെ പറയുന്നവരാണ്. നല്ല ജോലിയുള്ളവരാണ്, സാമ്പത്തിക നിലവാരമുള്ളവരാണ്, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സന്തോഷമില്ല, ജീവിതം ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ, മക്കളടങ്ങുന്ന കുടുംബത്തിനകത്തൊരു സമാധാനമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിന്റെ വൈശാചിക ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ അവൻ പല തന്ത്രങ്ങളും മെനഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ സാത്താന്റെ അധീനത്തിലുണ്ടായിരിക്കും. അവൻ മുഖാന്തരം, ആ വ്യക്തി മുഖാന്തരം, അല്ലെ അവൾ മുഖാന്തരം നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരാ. അങ്ങനെ നിന്റെ കുടുംബത്തിന് ഉയരുവാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാനുഷികമായി മുമ്പിൽ നീ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് നീ നിന്നെ തന്നെ തളർത്തിക്കളയാതെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിക്ക് വരണം. വന്ന് അവരെ വണങ്ങി നമസ്കരിക്കണം. നിങ്ങളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ജയം നിനക്ക് തന്നെയാണ്. വിജയം നിനക്ക് തന്നെയാണെന്ന് എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, വിജയം നിനക്കാണ്. നിന്റെ സങ്കടങ്ങൾ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഇവിടെ സാഷ്ടാംഗ പ്രണാമം എന്നുള്ളതാണ് വണങ്ങി നമസ്കരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുമ്പോൾ
ദൈവത്തിന് വണങ്ങി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിലൂടെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ സാഷ്ടാംഗ പ്രണാമം എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ 8 അവയവങ്ങളും നിലത്ത് മുട്ടിച്ച് നമസ്കരിക്കുന്നതിനെയാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. 8 അവയവങ്ങൾ ഏതൊക്കെയാണ്? 2 കൈകൾ, 2 കാലുകൾ, 2 തോളുകൾ, നെഞ്ച്, നെറ്റി എന്നിവയാണ് ഈ 8 അവയവങ്ങൾ. നിങ്ങളെ പൂർണ്ണമായിട്ടും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ച് നിങ്ങൾ അവയെ വണങ്ങി നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ് എന്നാണ് വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിക്കും പഠിക്കാൻ കഴിയുന്നത്. നാം ദൈവസന്നിധി വണങ്ങുക, മുട്ടുകത്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അഭിമാനക്കുറവൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയും, ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല, എനിക്കാരെയും വലിയ വണങ്ങാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കാണത്തില്ലേ? അങ്ങനെയുള്ളവരിൽ വ്യാപരിക്കുന്ന ഒരുവിധം പൈശാചിക ശക്തിയാണ്. നാം ദൈവസന്നിധി വണങ്ങുക, ദൈവസന്നിധി മുട്ടുകുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മെ നിർമ്മിച്ച, നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സന്നിധി വണങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ ദൈവത്തെ ഉയർത്താൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവസന്നിധി മുട്ടുകുത്തുക, വണങ്ങുന്നതൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ്. രക്തം ചെയ്യും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവത്തിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്ന ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെങ്കിലും ഒരു രാത്രി നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? എന്നും പരാതികളും പരിഭവങ്ങളും അല്ലേ നിന്റെ ജീവിതത്തിൽ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്? സ്നേഹത്തോടെ ഒരു വാക്ക് നിന്റെ ഭർത്താവിനെ വിളിക്കാൻ കഴിയത്തില്ല. സ്നേഹത്തോടെ ഒരു വാക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാൻ കഴിയുന്നില്ല. 2 പേരും വളരെ പ്രശ്നത്തിലാണ്. ഇതെല്ലാം കണ്ടാണ് മക്കൾ വളരുന്നത്. അല്ലേരിയ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ മക്കൾ വളർന്നു വന്നു കഴിയുമ്പോൾ അവരും നിങ്ങളെ പോലെ തന്നെയായി മാറും. പ്രൈസ് ദി ലോർഡ്. പണ്ട് പഴമക്കാർ ചൊല്ലു പറഞ്ഞിട്ടുണ്ട്, അമ്മ തടിവഴിയെങ്കിൽ മക്കള് എലച്ചു വഴിയെന്ന്. അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ കുറെ കാലം മുമ്പ് കേട്ടിട്ട് മറന്നുപോയി. അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കും. ഇനി ദൈവവചനം നമ്മൾ ചിന്തിക്കുക, ജഡത്തിൽ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ ജഡത്തിൽ കൊയ്യുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ലേഖനം വായിച്ചേക്കാണ്. അപ്പൊ നിങ്ങൾ ജഡത്തിൽ വിതയ്ക്കുന്നത് നിങ്ങളുടെ മക്കളും കൊയ്യും. നിങ്ങളുടെ മക്കളും അത് തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ കണ്ട് അവരൊരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അവരും നിങ്ങളെപ്പോലെ ഇടർച്ചയായിട്ട് ജീവിത സമാധാനമില്ലാതെ കടന്നു പോകും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അവർക്കൊരു മാതൃകയുള്ള ജീവിതം കാണിച്ചു കൊടുത്തില്ല. നിങ്ങൾ എന്ന് ശണ്ടയിടുന്നതാണ് നിങ്ങളുടെ മക്കൾ കണ്ട് വളരുന്നത്. അല്ലേരിയ. ഞങ്ങളൊക്കെ ഇവിടെ ട്യൂഷൻ നടത്തുന്ന സമയത്തെ ഇവിടെ വന്ന കാലഘട്ടത്തിൽ വൈഫ് ട്യൂഷൻ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വരുന്ന ഓരോ കുട്ടികളോടും ഞാൻ അവരുടെ വിവരങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഓരോ കുട്ടി എന്നും വഴക്കാണ്. മാമ എന്ന് പറയും. എന്നെ പിള്ളേർ മാമ എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്നും വീട്ടിൽ വഴക്ക. അമ്മ അച്ഛനടിക്കും, അച്ഛനിട്ട് അമ്മയടിക്കും. അങ്ങനെ ഇതെല്ലാം നമ്മുടെ മക്കൾ കണ്ട് വളർന്നു. അവര് പ്രായമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടിക്കും. അല്ലെങ്കിൽ അത് ജഡത്തിൽ വിതച്ച് ജഡത്തിൽ തന്നെ കൊയ്യും. പ്രൈസ്. നമ്മൾ നല്ല മാതൃകയുള്ളവരായിരിക്കണം. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, നിങ്ങൾ മക്കൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി മാറണമെങ്കിൽ. അല്ലേലിയ. നിങ്ങൾ സമൂഹത്തിൽ നല്ല മാതൃകയുള്ളവനായി മാറണം. പ്രൈസ്. ചില ആളുകളെ കണ്ടു കഴിഞ്ഞിട്ട് ചില ആളുകൾ, ചില സഹോദരന്മാരെ അവരും ആരും പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ വാക്കുകളും സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിശുദ്ധന്മാർ, മാന്യന്മാർ, അതിമാന്യന്മാർ, അതിവിശുദ്ധന്മാരെ പോലെ. പക്ഷെ ഭവനത്തിനകത്ത് സമാധാനമില്ല. ഭവനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ പ്രശ്നമാണ്. പുറമെ വലിയ പ്രൗഢിയൊക്കെ കാണിക്കുക. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര്. 100 കുടുംബങ്ങളെ എടുത്താൽ 99 അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാണുന്നത് കൊണ്ടാണ് എൻ്റെ ഏരിയ. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലെ ജീവിതമൊക്കെ എന്ന് പറയുന്ന സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നാം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അവനെ വണങ്ങി നമസ്കരിക്കണം. അല്ലേ? നമ്മുടെ കർത്താവായിട്ട് എപ്പോഴും ഒരു ബന്ധം. നിങ്ങളുടെ മക്കളത് കണ്ടു പഠിക്കണം. നിങ്ങൾ വൈകിട്ട് നിങ്ങളുടെ മക്കളെ വിളിക്കാൻ ദാവീദ് പറഞ്ഞതുപോലെ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വൈകിട്ട് വിളിക്കണം. ആ മക്കളെ
ഭർത്താവിനെ, ഭാര്യയെ, അപ്പനെയമ്മയാണ് അവരെ വിളിക്കാം, വാ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്താമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് നല്ല പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാക്കി കൊടുക്കണം. അവർ വളരെ ദൂരം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും, അത് ചെയ്തുകൊണ്ടിരിക്കും. ആ മക്കൾ കുടുംബത്തിന് സമാധാനമായിരിക്കും, ദേശത്തിന് സമാധാനമായിരിക്കും, സമൂഹത്തിന് സമാധാനമായിരിക്കും, അധികാരികൾക്ക് സമാധാനമായിരിക്കും, ചർച്ചിന് അവർ വളരെ പ്രയോജനപ്പെട്ടവരായിരിക്കും. നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്, നമ്മൾ ചെയ്ത് കാണിക്കുന്ന മക്കൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? വണങ്ങി നമസ്കരിക്കണം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ രണ്ടാമത് കുനിഞ്ഞ് വണങ്ങി മുട്ടിന്മേൽ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെയും അതേസമയം നിങ്ങളുടെ താഴ്മയും കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ഹല്ലേലൂയ വണങ്ങി മുട്ടിന്മേൽ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തുന്നു. അപ്പോൾ തന്നെ നാം ദൈവത്തിന് താഴ്മ ധരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള എല്ലാ ഭക്തന്മാരും ദൈവത്തിനെ വണങ്ങി നമസ്കരിച്ച് ദൈവത്തിന് മുട്ടുകുത്തിയവരാണ്. അവർ ദൈവത്തിനെ വണങ്ങി നമസ്കരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നു. അവർ ദൈവത്തിന് മുട്ടുകുത്തുമ്പോൾ അവർ അവരെ തന്നെ താഴ്ത്തുകയുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ, മനുഷ്യന് പണവും പ്രതാപവുമായി കഴിഞ്ഞപ്പോൾ, സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടി, അവർ ഉന്നതമായി ഉയർന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനത്തിന് വണങ്ങി നമസ്കരിക്കാനും മുട്ടുകുത്തി ദൈവസ്നേഹം താഴ്ത്തി കൊടുക്കുവാനും കഴിയാതെ തന്നെത്താൻ ഉയർത്തുന്നവരായി മാറി. മനുഷ്യൻ തന്നെത്താൻ ഉയർത്തുന്നവരായി മാറി, തന്നെത്താൻ പുകഴ്ച പറയുന്നവരായി മാറി, സ്വയത്തിൽ പ്രശംസിക്കുന്നവരായി തീർന്നു. എല്ലാം സ്വയത്തിനടിമപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്വയം പ്രശംസയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്തുള്ള ദൈവദാസന്മാരിൽ 99.4% സ്വയം പ്രശംസ പറയുന്നവരാണ്. 100%ത്തിൽ 99.99 വെച്ച് നോക്കിയാലും സ്വയം പ്രശംസക്കാരാണ്. ഹല്ലേലൂയ. അത് ലോക ജാതികളെ നമ്മൾ പഠിച്ചാലും അധികമാരും വർഗങ്ങളെ പഠിച്ചാലും സ്വയം പ്രശംസക്കാരാണ്. ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ, ദൈവത്തെ നാം ഒന്ന് താഴ്ത്തി നാം വണങ്ങി നമസ്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, നമുക്ക് എന്ത് അധികാരമുണ്ടെങ്കിലും, എന്ത് പവർ ഉണ്ടെങ്കിലും, എന്ത് സ്ഥാനമാനങ്ങളുണ്ടായിരുന്നാലും, നിങ്ങൾക്ക് എത്ര ഉയർന്ന നിലയിൽ എത്താൻ കഴിഞ്ഞാലും, ഉയർന്നമായ ജോലികളും സ്ഥാനമാനങ്ങളും പണവും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ ദൈവത്തിന് വണങ്ങി നമസ്കരിച്ച് നിങ്ങളെ നിർമ്മിച്ച് ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു താഴ്മയുടെ അനുഭവം കണ്ടെത്താൻ കഴിയുന്നത്. നിഗളിച്ചു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. നീ നിഗളിച്ചാൽ നല്ലൊരു വ്യാധി നിന്നെ പിടിച്ചാൽ മതി. നീ ഉണ്ടാക്കിയതും നിഗളിച്ചും സ്വയം പ്രശംസിച്ചും എല്ലാം തകർന്ന് തരിപ്പണമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നിഗളിക്കാൻ പാടില്ല. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന ഒന്നാ. ഹല്ലേലൂയ. താഴ്മയുള്ള കൃപ നൽകുന്ന ഒന്നാ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുന്നത്. നിഗളികൾ എല്ലാ കാലഘട്ടം നിഗളിക്കും. അത് സാത്താനാലാണ് നിഗളം. ഈ ആത്മപ്രശംസ, സ്വയം പ്രശംസ, സ്വയം പുകഴ്ച, തന്നെത്താൻ ഉയർത്തുക, ഞാനെന്നുള്ള ഭാവം, എനിക്കെന്നുള്ള എന്റെ എന്നുള്ള ഭാവമൊക്കെ എന്ന് പറയുന്നത് അത് സാത്താനാൽ വരുന്നതാണ്. അത് പൈശാചികമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുതരുന്നതാണ്. ഞാനെന്നുള്ള ഭാവം പിശാചിൻ്റെതാണ്. സ്വയപ്രശംസയൊക്കെ സാത്താൻ തരുന്നതാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് 96-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരും ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? യഹോവ വലിയവന് ഏറ്റവും സുസ്ഥിരം ആകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും അല്ലെങ്കിൽ ഭയപ്പെടുവാൻ യോഗ്യനാണ്. സകല ദേവന്മാരും യഹോവയായി ദൈവത്തെ ഭയപ്പെടുന്നു. സകല സാത്താന്റെ തന്ത്രങ്ങളും ദൈവസന്നിധിയിൽ ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നാം ദൈവം ആരെന്നൊന്ന് അറിയുന്നത് നല്ലതാണ്. ദൈവം അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്കെല്ലാം ദൈവത്തെ അറിയാം. എല്ലാവർക്കും ദൈവത്തെ അറിയാമെന്നുള്ള ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല. അല്ലേ? നിങ്ങൾക്ക് ദൈവത്തെ അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് വണങ്ങി നമസ്കരിച്ച് നിങ്ങളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തി, ആ ദൈവം വലിയവനും ഏറ്റവും സുസ്ഥിരമാണ്, സകല ദേവന്മാരും ഭയപ്പെടാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാവുന്നുള്ള
ഒരു സംസാരം മാത്രമേ ഉള്ളൂ. ദൈവം ആരെന്നറിയില്ല. ഹല്ലേലൂയ. എന്ത് നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ വണങ്ങി നമസ്കരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഈ 4-ാം വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം പ്രഖ്യാപിക്കാൻ ഹല്ലേലൂയ ജാതികൾ അവനെ തങ്ങളുടെ വിശ്വസ്ത സംരക്ഷകനായി ഉയർത്തി കാണിക്കുക. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനും ദൈവത്തിന്റെ നന്മയെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ആ വലിയ നാമത്തെ ജനത്തിന്റെ ഇടയിൽ ഘോഷിപ്പാൻ വേണ്ടി ആമീൻ സാജനം ദൈവസ്നെ മുട്ടുകുത്തി ദൈവസ്നെ പ്രാർത്ഥിച്ചതുപോലെ വണങ്ങി നമസ്കരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ദൈവസ്നെ വണങ്ങി നമസ്കരിച്ച് മുട്ടുകുത്തി നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി പ്രാർത്ഥിച്ച് നമ്മുടെ ശരീരത്തിന്റെ 8 അവയവങ്ങളും ആ നിലത്തോട്ട് വീണ് കിടന്ന് സാഷ്ടാംഗ പ്രണാമത്തിലൂടെ നാം ദൈവത്തെ വണങ്ങി നമസ്കരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരൊക്കെ ഒന്ന് മാറും കേട്ടോ. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും വളരെ സങ്കടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. പലപ്പോഴും ഹല്ലേലൂയ. എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും ഞാൻ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്ന സമയങ്ങളിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ദൈവസേനയില് സാഷ്ടാംഗം പ്രണാമം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ദൈവസേനയിൽ അടുത്തിരിക്കാറുണ്ട്. അപ്പൊ എൻ്റെ ആ പ്രയാസങ്ങളൊക്കെ മാറുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയില്. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയും എനിക്ക് ആ ഭയങ്കര പിടിപാടുണ്ട് മന്ത്രിമാരുമായിട്ട്, എംപിമാരുമായിട്ട്, MLA-മാരുമായിട്ട്, ആ ക്രമസമാധാന പാലനരംഗത്ത് പോലീസിന്റെ വിവിധ സെക്ഷനുമായിട്ട്, അങ്ങ് കേന്ദ്രത്തിൽ എനിക്ക് പിടിയുണ്ട്, അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ പിടിപാടുണ്ട്, എനിക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ അങ്ങനെ സ്വയം പ്രശംസ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നിനക്ക് നല്ലൊരു രോഗം, ഒരു ക്യാൻസർ എന്ന രോഗം നിന്റെ ജീവിതത്തിൽ വന്നാൽ നിനക്ക് ആരെങ്കിലും കാണുമോ? അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏറ്റവും വലുത് യേശുവാണ്. നമുക്ക് ഏറ്റവും വലിയവൻ യേശുവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ താങ്ങി നിർത്തുവാൻ കഴിയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ലോകമൊന്നും നമ്മെ താങ്ങി നിർത്തത്തില്ല. പ്രിയ സ്നേഹിതരെ, നമ്മെ താങ്ങി നിർത്തുന്നത് കർത്താവ് മാത്രമാണ്. നിന്റെ വീഴ്ചയിലും നിന്റെ ഉയർച്ചയിലും നിന്റെ പരാജയത്തിലും നിന്റെ വിജയത്തിലും രോഗത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ നിന്നെ താങ്ങി നിർത്തുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിന്നെ താങ്ങി നിർത്തുന്ന ദൈവത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുന്നെങ്കിൽ, ആ ദൈവത്തിന്റെ മഹത്വം നിനക്ക് രുചിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, നാം വണങ്ങി നമസ്കരിക്കുക തന്നെ ചെയ്യണം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട്, എൻ്റെ ചിന്തയിലൂടെ ഒക്കെ പറഞ്ഞാൽ, നിങ്ങൾ പ്രഭാതത്തിൽ ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യ, മക്കൾ, അപ്പനമ്മ, മക്കളെ എല്ലാം വിളിച്ച് എഴുന്നേൽപ്പിച്ച് വന്ന് ദൈവത്തിന് വണങ്ങി നമസ്കരിച്ച് നിങ്ങളെ നിർമ്മിച്ച ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. രാവിലെ നമ്മുടെ അപ്പന്റെ മുഖം കാണുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സന്തോഷമാണ്. സ്തോത്രം. രാവിലെ നമ്മൾ ഈ ഉറക്കം, ഈ ക്ഷീണം ഒക്കെ പറഞ്ഞ് ഈ പുതപ്പിന്റെ കീഴെ ആമി ചുരുണ്ടുകൂട്ടി കിടന്നത് കൊണ്ടോ, കട്ടിലേന്ന് വിടാതെ കട്ടിലെ കെട്ടിപ്പിടിച്ച് കിടന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ലെന്നേ. രാവിലെ എഴുന്നേറ്റ് നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ ഒന്ന് വണങ്ങി നമസ്കരിച്ച് മുട്ടുകുത്തി ഒരു നന്ദിയൊക്കെ പറഞ്ഞ് നമ്മളെ താഴ്ത്തുമ്പോൾ അപ്പന്റെ മുഖം ഒന്ന് കണ്ട് അന്നത്തെ ദിവസം യാത്ര ചെയ്താലുണ്ടോ 100% ജയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു സ്ഥലത്തും തകർന്നു പോകില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു എന്നാണ് സങ്കീർത്തന പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ 48-ാം സങ്കീർത്തനം വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. 48-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണും, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു. ഹല്ലേലൂയ. വല്ലപ്പോഴെങ്കിലും ബൈബിൾ ഒന്ന് വായിക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ അവരൊരു ടീം വർക്ക് നടത്തുന്നുണ്ട്, പ്രാർത്ഥന. 18 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും നല്ല ഉന്നതമായ പേരും പ്രസവം ഒരു സഭയ്ക്കകത്തെ മെമ്പറാണ് ഒരു സഹോദരൻ. ആ സഹോദരന്മാരെല്ലാം കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത്
എന്നോട് സംസാരിച്ച ദൈവദാസൻ പറയാം, ആ യോശുവയുടെ പുസ്തകം ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ അത് എവിടാന്ന് അറിയത്തില്ല. 18 വർഷമായി സഭയ്ക്കകത്ത് വരുന്നത്. പക്ഷെ യോശുവയുടെ പുസ്തകം പുള്ളി തെരഞ്ഞു തൂക്കുക എവിടെയാണെന്ന്. സ്തോത്രം. ഇന്ന് ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിനകത്തെ 66 പുസ്തകങ്ങൾ എവിടേക്കാ കിടക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് നല്ലൊരു ശതമാനം ആളുകൾ. വേദപുസ്തകം ഒരു റൗണ്ട് പോലും വായിക്കാത്തവരാണ് 99%. പ്രൈസലോ. പിന്നെ എങ്ങനെ 48ാം സംഗീതം കണ്ടുപിടിക്കാനും അതിനകത്ത് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്ത സുസ്ഥിരനുമാകുന്നു ആക്കിയ മഹത്വം ദർശിക്കാൻ കഴിയുന്നത്? നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം. പ്രൈസലോ. നിങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ് വായിച്ചിട്ടുണ്ട്. ഞാൻ വേദപുസ്തകം ഒരുപാട് തവണ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ആവർത്തിച്ച് വായിച്ചതിന് കണക്കൊന്നുമില്ല. അത്രമാത്രം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ധൈര്യത്തോടെ പറയുന്നത് കേട്ടോ. പ്രൈസ്. എന്റെ ജോലി അത് തന്നെ, ബൈബിൾ ആവർത്തിച്ച് വായിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. എനിക്ക് ടിവിയുടെ മുമ്പിൽ ഇരിക്കാനും സിനിമ കാണാനും റിയാലിറ്റി ഷോ കാണാനും സീരിയൽ കാണാനും കോമഡി കാണാനും പിന്നെ അതിനകത്തെ വെറുപ്പൂത്തൊക്കെ കാണാനും ഈ മൊബൈലിൽ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സമയം ദൈവത്തിന്റെ വചനമായിട്ട് ചേർത്തിക്കാൻ നോക്കും. അതൊരു മനസ്സിന് ആശ്വാസമാണ്. നല്ല കുളിർമയുള്ള രാത്രിയിൽ നമ്മൾ നല്ല കുളിർമയിൽ നല്ല സന്തോഷത്തോടെ സുഖസന്തോഷത്തോടെ ഉറങ്ങുന്നത് പോലെ ബൈബിൾ വായിക്കുമ്പോൾ നല്ല കുളിർമയാണ് നമ്മുടെ മനസ്സിന്. സ്തോത്രം. നമ്മൾ ഏതെല്ലാം വിഷയത്തിനകത്ത് വേദനിക്കപ്പെട്ട് നൊന്ത് നീറുന്ന മനസ്സോടു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും നിങ്ങളെ നിർമ്മിച്ച ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്നേക്കുന്ന വിശുദ്ധ വചനമുണ്ടല്ലോ, സത്യവേദ പുസ്തകത്തിനകത്തെ തിരുവെഴുത്തുകളെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ശരീരത്തിൽ നല്ലൊരു കുളിർമ അനുഭവപ്പെടും. പ്രൈസ്. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. രക്തം ചെയ്ത് അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് ബൈബിൾ വായിച്ചു തുടങ്ങുന്ന ദൈവം നിങ്ങൾക്ക് തരും. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചത് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ. അപ്പൊ എന്താണ് നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ എന്നൊക്കെ പറയുന്നത്? പ്രൈസലോ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സഭ ദൈവത്തിന്റെ നഗരമാണ്. സഭ ദൈവത്തിന്റെ നഗരമാണ്. ഹല്ലേലൂയ. സഭ ദൈവത്തിന്റെ നഗരവും വിശുദ്ധ പർവ്വതം അത്രേ. അത് തന്നെയാണ് സിയോൻ. യഹോവ അവിടെ ഉന്നതനും സുസ്ഥിരനുമാണ്. അതായത് സഭയിൽ ക്രിസ്തു ആരാധിക്കപ്പെടുന്നു. ഹല്ലേലൂയ. സഭയിൽ ഏറ്റവും ഉന്നതൻ അവൻ മാത്രമാണ്. അപ്പൊ നമ്മുടെ സഭയാണ് ദൈവത്തിന്റെ നഗരം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ പർവ്വതം. അപ്പം ദൈവം നമ്മുടെ സഭയിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായി നമ്മുടെ സഭയുടെ മധ്യേ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങളൊന്നും വിട്ടുകളയണം. ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ജഡിക സുഖങ്ങളാണ്. ലോകത്തിലെ സുഖങ്ങളെല്ലാം ജഡിക സുഖങ്ങളാണ്. ലോകത്തിലെ സുഖങ്ങളെല്ലാം പ്രാകൃത സുഖങ്ങളാണ്. ലോകത്തിലെ സുഖങ്ങളെല്ലാം ലൗകിക മാനുഷ്യമായ സുഖങ്ങളാണ്. ലേരിയ. ലോകത്തിലെ സുഖങ്ങൾ, ഒരു നല്ല സുഖത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഏതെങ്കിലും ഒരു നല്ല സുഖം ഒന്നും, എല്ലാം ജഡികവും പ്രാകൃതവും വികൃതവും ലൈംഗിക ചുവയുള്ളതാണ്. ലേരിയ. എന്നാൽ ദൈവത്തിന്റെ നഗരമാകുന്ന ദൈവത്തിന്റെ പർവ്വതമാകുന്ന സഭയ്ക്കകത്ത് വന്നിരുന്ന് അല്ലിയ ഏറ്റവും വലിയൊരു സുസ്ഥിരമായിരിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് കേട്ടോ, ഒരു സന്തോഷമുണ്ട്. അത് ഉയരത്തിൽ നിന്ന് വരുന്നതാ. അല്ലേറിയ. ഉയരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലേറി. അതിനപ്പുറത്തൊരു സന്തോഷമില്ല കേട്ടോ ശ്രോതാവേ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് നമ്മുടെ ദൈവത്തോടൊപ്പം നടക്കാം. പ്രൈസലോ. ദൈവസനിൽ ഏറ്റവും മഹത്വമേറിയ, ഏറ്റവും ശ്രേഷ്ഠമേറിയ, മാധുര്യമേറിയ, രുചിയേറിയ അനുഭവം അനുഭവിച്ചവരുണ്ട്. ദൈവസനില് ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും രുചിയും മഹത്വമേറിയ അനുഭവം ദൈവസാന്നിധ്യം അനുഭവിച്ചവരുണ്ട്. ആരാന്നറിയോ? ഹാനോക്ക. ലേരിയ. ഹാനോക്കിന് 65 വയസ്സായപ്പം മെഥൂശലഹനെ ജനിപ്പിച്ചിട്ട് പിന്നെ 300 വർഷം കൂടെ ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും ജനിപ്പിക്കുക മാത്രമല്ല കുടുംബമായിട്ട് ജീവിച്ച് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു.
അല്ലേരിയ. അപ്പം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവം എത്ര വലിയവനായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് കൂടെ നടന്ന് നമ്മൾ മാതൃക നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഇന്നത്തെ പോലെ സഭയ്ക്കകത്ത് ചവിട്ടും തൊഴിയും അടിയും ഗുണ്ടായുസും വെട്ടും പരുക്കും ചവിട്ടും ഒന്നും അല്ല വേണ്ടത് കേട്ടോ. ഇന്ന് സഭയ്ക്കകത്ത് 18 അടവും പോവാം, എടുത്തിട്ട് പിന്നെ വേറെ അടവുകളൊക്കെ കൊണ്ടുവരിക. പ്രൈസലോ. നമ്മൾ ഈ സഭയ്ക്കകത്തൊക്കെ നമ്മെ താഴ്ത്തണം. ദൈവത്തിന്റെ നഗരത്തിൽ, ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവം വസിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഉണരുന്ന സ്ഥലത്തൊക്കെ ദൈവം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ താഴ്ചയിൽ ദൈവം നിങ്ങളെ ഉയർത്തണമെങ്കിൽ നിങ്ങൾ സ്വയം താഴുവാൻ കഴിയണം. സ്വയം താഴ്ച ഭവിക്കാതെ, സ്വയം താഴ്ച ലഭ്യമാക്കാതെ നിങ്ങൾ എത്ര ഉയരാൻ ശ്രമിച്ചാലും ഉയരാൻ കഴിയത്തില്ല. താൽക്കാലികമായി സുഖങ്ങളൊക്കെ കിട്ടിയാലും അത് അല്പനേരം മാത്രമായിരിക്കും. കാറ്റ് വന്നതിലെ എങ്ങോട്ട് പോയെന്ന് അറിയുന്നില്ലാത്ത പറഞ്ഞ പോലെ ദൈവത്തെ കൂടാതെ എന്തെല്ലാം സൃഷ്ടിച്ചത് കാറ്റ് വന്ന് പോകുന്നത് ഒറ്റ വരവെന്നെല്ലാം പോകുന്നേ. പ്രൈസലോ. അല്ലേ? എന്നാൽ ദൈവത്തോടൊപ്പമാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുമോ, അത് ശാശ്വതമായിരിക്കും. എത്താൻ ചെയ്യാം. പ്രൈസലോ. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കി യേശുക്രിസ്തുവിനെ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ ഒരിക്കലും ഒരു കുഞ്ഞായിട്ടോ മറിയുടെ ഒരു ബാലനായിട്ടോ ഒരു ത്രാണിയില്ലാത്ത ഒരു കുട്ടിയായിട്ട് നിങ്ങൾ കാണരുത്. യേശുവിനെ ഒരു കുഞ്ഞായിട്ട് കാണരുത്, ഒരു ബാലനായിട്ട് കാണരുത്, ത്രാണിയില്ലാത്ത ഒരുവനായിട്ട് കാണരുത്, വിദ്യാഭ്യാസമില്ലാത്ത കഴിവില്ലാത്ത ഒരുവനായിട്ട് നിങ്ങൾ യേശുവിനെ കാണരുത്. ചിലർക്ക് യേശു ഇന്നും കുഞ്ഞാ. ഇപ്പം യേശു കുഞ്ഞാണെന്നും പറഞ്ഞ് ജനിക്കാൻ വേണ്ടി കുറെ പേര് പോസ്റ്റിക്കൊണ്ടിരിക്കുക. യേശു ജനിക്കാൻ വേണ്ടി 25 ദിവസം പോസ്റ്റിക്കൊണ്ടിരിക്കുക. യേശു ജനിച്ചിട്ട് അല്ലെങ്കിൽ എത്രയോ വർഷം, 2025 വർഷങ്ങൾക്ക് യേശു ജനിച്ചു എന്നാ അല്ലേരിയ നമ്മൾ ബൈബിളൊക്കെ പഠിക്കും. ചരിത്രം BC 300 യേശു ഒക്കെ ജനിച്ചെന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇപ്പം എന്തൊക്കെ ഇപ്പൊ ഈ 25 ദിവസം ഓരോരുത്തർ നോയപ്പെടുക്കും യേശു ജനിക്കാൻ വേണ്ടി. സ്തോത്രം. ഇന്നും ചിലർക്ക് യേശു കുഞ്ഞാ, ബാലനാ, നിക്കറിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു കുട്ടിയെ പോലെ, ത്രാണിയില്ലാത്തൊരു മനുഷ്യനെ പോലെ. എന്നെ കേൾക്കുന്ന പ്രശ്നം, യേശു ഒരു കുഞ്ഞല്ല, ബാലനല്ല, ത്രാണിയില്ലാത്ത ഒരു കുട്ടിയല്ല, സ്കൂളിൽ പോകുന്ന ഒരു പയ്യനൊന്നുമല്ല. യേശു സർവശക്തനാ, സർവജ്ഞാനിയ, സർവവ്യാപിയ, സകലത്തിന്റെ ഉടയവനാ. അവരെന്നും ദൈവം തന്നെയാ. ലേരിയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നൊക്കെ തുടങ്ങുന്നുണ്ട്. 1:14 വരുമ്പോൾ കാണുന്നുണ്ട്, വചനം ജഡമായി തീർന്ന് കൃപയിൽ സത്യം നിറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ എന്നും ദൈവമായി. യേശു എന്നും ദൈവമാണ്, ഒരു ബാലകനല്ല കേട്ടോ. പ്രൈസലോ. അല്ലെ, പലർക്കും യേശുവിനെ ആ ദൈവത്വത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും തകർച്ചയിലൂടെ കടന്നു പോകുന്നത്. രക്തം ചെയ്യും. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നു. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, അവൻ തത്വത്തിന്റെ പ്രഭയും, ഹല്ലേലൂയ, അല്ല തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ നമ്മൾ എബ്രായനം വായിക്കുന്ന പോലെ അവൻ തേജസ്സും മഹത്വമുള്ളവനാ, അണ്ടഘടാകങ്ങളെ നിർമ്മിച്ചവനാ, അഖിലാണ്ടത്തിന്റെ ഉടയവനാ. ആകയാൽ അവനെ സർവശക്തനായി ഉയർത്തി ഭയഭക്തിയോടുകൂടി ബഹുമാനവും മഹത്വം അവന് കൊടുക്കണം. നമ്മൾ ഭയഭക്തിയോടുകൂടി നമ്മുടെ കർത്താവിനെ ഉയർത്തി, ആമീൻ, സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം? ആമീൻ, ബഹുമാനവും മഹത്വം ദൈവത്തിന് കൊടുക്കണം. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ വണങ്ങി നമസ്കരിച്ചു. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി വണങ്ങി നമസ്കരിച്ചു. യേശുവിന്റെ ശുശ്രൂഷയുടെ 3.5 വർഷം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമ്മൾ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിന്റെ അരികിൽ വന്നവരെല്ലാം അവന്റെ മുന്നിൽ മുട്ടുകുത്തി വണങ്ങി പ്രാർത്ഥിച്ച് അവനെ ഉയർത്തി ആ ദൈവസാന്നിധ്യം അനുഭവിച്ചരാം. രക്തം ചെയ്യും. പ്രൈസലോ. നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയത്, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുട്ടുകുത്തുക എന്നൊക്കെ സങ്കീർത്തനക്കാരൻ എഴുതി ഇവിടെ വെക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഈ തലമുറ ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം, മാറോട് ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. ഈ വചനമൊക്കെ നമ്മുടെ നാവിൽ നിന്ന് മാറിപ്പോകരുത്, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ഈ വചനമൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആമി നിറഞ്ഞു നിൽക്കണം.
ഹല്ലേലൂയ. കത്തി നിൽക്കുന്ന ഒരു ബൾബിന്റെ പ്രകാശത്തെക്കാൾ വലിയ പ്രകാശമായി ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് ഇരുളിൽ നിന്ന് നിനക്ക് ജയിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാടും വീടും വിട്ട് സ്വന്തം കുടുംബത്തേക്ക് വിട്ടിട്ട് അന്യരാജ്യങ്ങളിൽ കടന്നുപോയി ജീവിതമാർഗത്തിന് വേണ്ടി വിവിധ ജോലികൾ രാപകലില്ലാതെ നീ ചെയ്ത് നീ എത്രമാത്രം അധ്വാനിച്ചിട്ടും യാതൊരു പ്രയോജനമില്ല. എന്നും നിന്ദകളും അപമാനങ്ങളും പരിഹാസവും ദുഷികളും ഒക്കെ അനുഭവിക്കുന്ന ഒരു ജീവിതത്തിനകത്ത് സ്തോത്രം, ഇനിയെങ്കിലും നീ അല്പസമയം ദൈവത്തിനിട കൊടുക്ക. തകർന്ന തരിപ്പുറമായ ചില കുടുംബങ്ങളുണ്ട്, മദ്യപാനത്തിൽ അടിപ്പെട്ടു പോയ ചില സഹോദരന്മാരുണ്ട്. സ്തോത്രം, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വളരെ അല്ലെങ്കിൽ ഗതികേടിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവസന്നിധി വണങ്ങി നമസ്കരിച്ച് ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ ഉന്നതമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തകർച്ചകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവത്തിന് കഴിയും. മരണകരമായ അനുഭവത്തിന്റെ ദൈവത്തിനെ വിടുവിക്കും. ഊരിരുളിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. മരണനിഴലിൽ താഴെയിലൂടെ നീ കടന്നു പോയേക്കാം. അങ്ങനെ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നടുവിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. നിന്റെ സകല പ്രതിസന്ധികളെ മാറ്റിത്തരാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോ ദിവസവും ഒരുപാട് സങ്കടപ്പെടുന്ന ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട്, വേദനിക്കപ്പെടുന്ന ആളുകളുമായിട്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യാത്രയിലൊക്കെ ഓരോ സ്ഥലത്തും ചെല്ലും, പലരും എന്നെ ഇന്നും കാണുന്നവരുണ്ട്. അപ്പം ഞാൻ ചെല്ലുന്ന കാണുമ്പോൾ തന്നെ അവർ എന്നെ വളരെ സന്തോഷം സ്വീകരിച്ച് സംസാരിക്കാറുണ്ട്. കാരണം ഒരുപാട് സങ്കടങ്ങൾ ഇരിക്കുന്നവരുണ്ടെന്നേ. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഞാനവരോട് സംസാരിക്കുമ്പോൾ അതിനേക്കാളൊരു സങ്കടമായിട്ട് ചെല്ലുന്നത് എൻ്റെ സങ്കടങ്ങളാണ് മാറും. കാരണം നമ്മുടെ ദൈവസാന്നിധ്യം അങ്ങ് അനുഭവിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്കൊരു വിടുതലുണ്ട് കേട്ടോ. ഇന്ന് നിന്റെ വീട്ടിനകത്തൊരു വിടുതലില്ലാതെ കെട്ടപ്പെട്ട അനുഭവമല്ലേ. പാപ സ്വഭാവത്തിൽ നിന്റെ കുടുംബം കെട്ടപ്പെട്ട് കിടക്കുക. പാപ സ്വഭാവത്തിൽ പാപം നിറഞ്ഞ അനുഭവം നിന്റെ കുടുംബത്തിനകത്ത്. പാപം മുഖാന്തരം കുടുംബത്തിനകത്ത് ശാപം പെരുകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കണ്ണുനീരാണ് നിന്റെ കുടുംബത്തിനകത്ത്. സ്തോത്രം. നീ അധ്വാനിക്കുന്നതൊന്നും നിനക്ക് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല. നീ എത്ര സമ്പാദിച്ചാലും എല്ലാം കയ്യിൽ നഷ്ടപ്പെടുകയാണ്. പലപ്പോഴും നീ കരഞ്ഞ് കണ്ണുനീരോടെ ഇരുന്ന സമയങ്ങളുണ്ട്. സ്തോത്രം. ഒരാശ്വാസത്തിന്റെ വാക്ക് കേൾക്കാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നില്ലേ? സ്തോത്രം. മനസ്സ് നിറഞ്ഞ ഭാരത്തോടെ അല്ലേ നീ കടന്നു പോകുന്നത്? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരുടെ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവ് പറയുന്ന ദൂതം തന്നറിയാമോ? വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. നിന്റെ പരാജയത്തെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് കോളികളൊക്കെ നിന്റെ ജീവിതത്തിലുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം ശാന്തമാക്കി തരാൻ കർത്താവിന് കഴിയും. രക്തം ചെയ്യും. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരണം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഗം നമുക്ക് വായിക്കാൻ കഴിയും. മർക്കോസ് സുവിശേഷം. ഹല്ലേലൂയ. മർക്കോസിലും മത്തായിലും ഒക്കെ ഇതുണ്ട്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശുവിന്റെ അരികിൽ ഒരു കുഷ്ഠരോഗിയാണ് വരുന്നത്. ഹല്ലേലൂയ. കുഷ്ഠം എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. കുഷ്ഠരോഗി ആരും അടുപ്പിക്കത്തില്ല. കുഷ്ഠരോഗിയായിട്ട് ഒരു സംസർഗമില്ല. കുഷ്ഠരോഗിയായിട്ട് ആരും കൂട്ടുകൂടത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ, യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ പറയുക? ഞാൻ കുഷ്ഠരോഗിയാ, സമൂഹത്തിൽ വരാൻ കഴിയില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാനുമായിട്ട് ഒരു കൂട്ടുകിട്ടുമില്ല, എന്റെ കുടുംബക്കാർക്ക് പോലും എന്നെ വേണ്ട. അതുകൊണ്ട് അങ്ങനെ മനസ്സുകൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട കുഷ്ഠരോഗി അവന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ യേശു മനസ്സലിഞ്ഞു. നമ്മുടെ കർത്താവ് ആ കുഷ്ഠരോഗിയുടെ മനസ്സലിഞ്ഞ് ഹല്ലേലൂയ കൈ നീട്ടി അവനെ തൊട്ടു, മനസ്സുകൊണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. നമ്മുടെ കർത്താവ് മനസ്സിലുള്ളവനാണ്.
കുഷ്ഠരോഗി വന്നപ്പോൾ അവനെ ആട്ടി ഓടിക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്തത്. അവൻ മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊട്ടു, അവൻ ശുദ്ധമായി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം പഴയ നിയമത്തിൽ കുഷ്ഠം എന്ന് പറയും, പുതിയ നിയമത്തിൽ വരും ഈ കുഷ്ഠം എന്ന് പറഞ്ഞ പാപമാണ്. പാപത്തെ കുഷ്ഠത്തോട് ചേർത്ത പുതിയ നിയമം പഠിക്കുന്നത്. അപ്പൊ നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപമുണ്ടല്ലോ, പാപം, ആ പാപം നിന്നെ ദൈവത്തിന് അകറ്റിക്കളയുന്നു. ആ പാപം നിന്റെ ഉള്ളിൽ വസിക്കുന്നവർ നിനക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ പാപത്തിൽ ജീവിക്കുക. അതുകൊണ്ട് ഈ കുഷ്ഠരോഗി യേശുവിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, നീ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നീ അവനോട് നിന്റെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ യേശു മനസ്സറിഞ്ഞ് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം തന്നിന്റെ പാപങ്ങളെ ക്ഷമിച്ച്, ഹല്ലേലൂയ, അവൻ നിന്നെ സൗഖ്യമാക്കും, ശുദ്ധമാക്കും. നിന്റെ പാപത്തെ നീ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ കുഷ്ഠരോഗിക്ക് ലഭിച്ച സൗഖ്യം പോലെ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ സൗഖ്യത്തെ ദൈവം തരും. ഈ കാലഘട്ടത്തിൽ സകല മനുഷ്യരും പാപികളാണ്. പാപമാണ് സകല മനുഷ്യനും ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ പാപത്താൽ നിറയപ്പെട്ട ശരീരത്തിൽ, പാപത്താൽ നിറയപ്പെട്ട ജീവിതത്തിൽ, പാപം നിറഞ്ഞൊരു സ്വഭാവത്തിൽ, പാപം നിറഞ്ഞൊരു കുടുംബത്തിനകത്ത് ദൈവം വസിക്കുന്നില്ല. ഇന്ന് പകൽ കുഷ്ഠരോഗിയെ പോലെ നീ അനാഥനും വികൃതനും മാർക്കും വേണ്ടാത്തനും നിന്ദിക്കപ്പെട്ടവനായി, പാപം മുഖാന്തരം ശപിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ നിനക്ക് ഉയരുവാൻ കഴിയില്ല. ശ്രോതാവി, നീ മടങ്ങി വന്ന് ദൈവത്തിന് മുട്ടുകുത്തി അവരോട് നിന്റെ പാപങ്ങൾ ഏറ്റുപറ. പാപത്തിന് പരിഹാരം നൽകുവൻ, പാപത്തെ നീക്കിക്കളയുന്നവൻ, പാപത്തിന് പരിഹാരം വരുത്തവൻ അവൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ നിന്റെ പാപത്തിന് പരിഹാരം തരും. ക്രൂശിലെ രക്തം കൊണ്ട് നിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ചതിനെ വെടിപ്പാക്കി നിർമ്മലനാക്കിയെടുത്ത് അവന്റെ സന്നിധി നിനക്ക് തല നിവർത്തി നിൽപ്പാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശു അവനെ കൈനീട്ടി തൊട്ടു. അല്ലയ്യ, ആ മനസ്സ് നമുക്ക് എതിർത്തിട്ട് അവൻ ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് മറ്റൊരുത്തം വന്ന് ചോദിക്കുക. വേറൊരുത്തം വന്നിട്ട് ഈ കുഷ്ഠരോഗി വന്നതല്ല, വേറൊരുത്തം വരിക. അവനെ കുറിച്ച് പറയുന്നത് മർക്കോസ് സുവിശേഷം 10:17 വാക്യമാണ്. മർക്കോസ് 10:17 വായിക്കുമ്പോൾ ധനികനായ യുവാവ് ദുഃഖിതനായി മടങ്ങുന്നു. ധനികനായി യേശുവിന്റെ അരിയിലേക്ക് വന്ന യുവാവ് അവസാനം ദുഃഖിതനായിട്ടാണ് മടങ്ങുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ പലരും എന്താണ് അവൻ ധനികനായ യുവാവിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഈ കുഷ്ഠരോഗി മുട്ടുകുത്തി പോലെ ധനികനായ യുവാവ് വന്ന് യേശുവിന് മുമ്പ് മുട്ടുകുത്തി. അവൻ ചോദിക്കുന്നത്, ധനികനായ യുവാവ് ചോദിക്കുന്നത്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. എന്നിട്ട് യേശു ചില കാര്യങ്ങൾ പറയാണ്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവനോട്, ഗുരു, ഇത് ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു നമ്മുടെ കൽപ്പനകളിൽ ചിലത് ഇവനെ ഓർമ്മപ്പെടുത്തി. അവൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതലേ ചെയ്തു പോരുക. അപ്പോൾ യേശു വേറൊരു കാര്യം പറഞ്ഞു. യേശു പിന്നെ പറഞ്ഞ കാര്യമാണ്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. നിനക്കൊരു കുറവുണ്ട്. നീ കൽപ്പനകളെല്ലാം പ്രമാണിച്ചാലും എല്ലാം അനുസരിച്ച് നടന്നാലും നിനക്കൊരു കുറവുണ്ടെന്ന് യേശു പറയുക. സ്തോത്രം. ഇന്നത്തെ ധനികന്മാരോടും പറയട്ടെ, ഇന്നത്തെ ധനികന്മാരും പലരും ഇതുപോലെ വന്നിട്ട് മുട്ടുകുത്തി പലയിടത്തും പ്രാർത്ഥിച്ചതും, ഞാൻ ഏറ്റവും നല്ലവനാണ്, ശ്രേഷ്ഠനാണ്, ഉത്തമനാണ്, ഉന്നതനാണ്, ഞാൻ കളങ്കമില്ലാത്തവനാണ്, ചതിവിന് ഞാൻ എല്ലാവർക്കും എല്ലാം നല്ലത് ചെയ്യുന്നവനാണെന്നൊക്കെ പലരും പറഞ്ഞതിന്റെ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്ന പറയാൻ അനവധി ധനവാന്മാരുണ്ട് കേട്ടോ. പക്ഷെ യേശു നിന്നെ നോക്കിയിട്ട് പറയാം, നിനക്കൊരു കുറവുണ്ടെന്നാണ്. പ്രൈസറോ. എന്താണ് അവന്റെ കുറവ്? അപ്പൊ യേശു പറയും, നിനക്കൊരു കുറവുണ്ട്. നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിപ്പായി എന്ന് പറഞ്ഞു. യേശു പറയാം, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാം. അത് കേട്ട മാത്രയില് ആ ധനികനായ യുവാവിന്റെ ഹൃദയത്തിൽ വെള്ളിടി വെട്ടുന്നത് പോലെ അനുഭവം ഉണ്ടായി കാണും കേട്ടോ.
നമ്മൾ ചില സംഭവങ്ങൾ കേൾക്കും വെള്ളിടി വെട്ടുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നതൊക്കെ പറയില്ല എന്ന് പറഞ്ഞവരെ, ഈ ധനികനായ യുവാവിനോട് കർത്താവ് പറയുക, നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുക്കുക, എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അത് പറഞ്ഞപ്പോ വെള്ളിടി പോലെ അവന്റെ ജീവിതത്തിൽ ആ ശബ്ദം. എന്നിട്ട് കർത്താവ് പറയുന്നു, എന്നിട്ട് അല്ലയ്യ എന്ന് പിന്നെ വന്ന് എന്നെ അനുഗ്രഹിപ്പാ എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാം കൊടുത്തിട്ട് വന്ന് എന്നെ അനുഗ്രഹിപ്പാ. പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്തു പറയുക, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് അല്ലേലിയ ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു പറഞ്ഞ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ധനികനായ യുവാവ് സന്തോഷത്തോടെ വന്നു നിത്യജീവൻ പ്രാപിപ്പാൻ. യേശു ക്രിസ്തുവിന് അവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ധനികനായ യുവാവ് വിഷാദത്താൽ ദുഃഖിതനായി യേശുവിനെ വിട്ടുപോയി കളഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ധനികന്മാരുടെയൊക്കെ സ്വഭാവം ഇതാ. അല്ലേലിയ. അവിടെ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നാം ദൈവസ്നേഹിക്കുക. ഒരു മനുഷ്യന്റെ മുമ്പാകെ വന്നവന്റെ മുമ്പോട്ട് കർത്താവി, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീരും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു ആ ബാലിന് സൗഖ്യം കൊടുത്തു. ഈ ചന്ദ്രരോഗം പിടിച്ച മകന്റെ അപ്പനും വന്ന് യേശു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, നിനക്ക് എന്റെ മകനെ സൗഖ്യമാക്കാൻ കഴിയും. അവന്റെ വിശ്വാസം, അവന്റെ പ്രത്യാശ ഒക്കെ കണ്ടിട്ട് യേശു ആ പിതാവിന്റെ മകന് സൗഖ്യം കൊടുത്തു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഈ വേദപുസ്തകത്തിനകത്ത് അനവധി ആളുകൾ അല്ലുലിയ സ്തോത്രം മുട്ടുകുത്തി പ്രാർത്ഥിച്ചവരാണ്. യേശു ഗെത്സമന തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസ് സുവിശേഷം 22:41 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലുലിയ സ്തോത്രം. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചതെന്നാണ്, അവൻ വലിയ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവി നിനക്ക് കഴിയുമേ മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശുവാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നമുക്ക് മാതൃകയായിരിക്കുന്നത്. അത് ഇന്ന് പോലെ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ സങ്കടങ്ങൾ മാറും. വചനത്തിലേക്ക് വരട്ടെ. 95 സങ്കീർത്തനം 6 വാക്യം, വരുവിൻ നാം മടങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് ഹോമിലോട്ട് കത്തുക. അതെ, ഉയരാൻ ആഹ്വാനമാകട്ടോ. നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ താഴ്ത്ത്, ദൈവം നിന്നെ അനുഗ്രഹിക്കും. കഷ്ടതയെ മാറ്റിത്തരും, സങ്കടം മാറ്റിത്തരും. കണ്ണുകളുടെ ചാട്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടു. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ വളരെ കണ്ണതിലും ദുഃഖത്തിലും സങ്കടത്തിലും കടന്നു പോകുന്ന നിരവധി മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, രാജ്യരാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രാജ്യന്മാരെ, ക്രമസമാധാന പാല രംഗത്ത് നിൽക്കുന്നവരെ, നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, മത നേതാക്കന്മാർക്കായി സകല ജനത്തെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാർത്തകൾ, വൃത്തരസന, യാച, ഓർണച്ച്, ഓൾട്ടേജ് തടപറയിലായിരിക്കുന്ന ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ജനം മാനസാന്തരം പടങ്ങിവരുടെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ മുട്ടുകുത്തി സാത്താംഗ പ്രണാമം കർത്താവിയ പ്രാർത്ഥനയിലേക്ക് ജനം മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന വേദനയാൽ, ദുഃഖത്തെ, സങ്കടങ്ങളെ, മാനസിക നിരാശ, കുടുംബത്തിൽ സ്വസ്ഥത, സമാധാനമില്ല, ഭാര്യവർത്ത ജീവിതങ്ങൾ തന്നെ തകർന്ന കർത്താവ്, കുടുംബം, മക്കൾ അനുസരിക്കാതെ ലഹരിക്ക് അടിമയായി അനവധി കുടുംബങ്ങൾ സാത്താന്റെ തന്ത്രങ്ങളിൽ കടന്നു പോകുമ്പോൾ കർത്താവിൽ ജനം മടങ്ങി വരുവാൻ, കർത്താവിന്റെ ജനം മടങ്ങി നമസ്കരിച്ച് നമ്മെ നിർമ്മിച്ച് ഒരു മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസാന്നിധ്യം താഴ്വരിപ്പാൻ ജനത്തിനെയാകണമേ. കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തിയതുപോലെ കർത്താവ് പുതിയ ദിവസങ്ങളിൽ പാപമാകുന്ന കുഷ്ഠത്തെ യേശുവിന്റെ അരികിലേക്ക് വന്ന് മുട്ടുകുത്തി പ്രാർത്ഥി ഏറ്റുപറഞ്ഞ് ആ പാപത്തിൽ ശാപത്തിന് വിടുതൽ പ്രാപിപ്പാൻ ഈ ജനത്തെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അടക്കുവാടുന്ന ശാപങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങൾ ഇന്ന് പകൽ മാറി രോഗബന്ധനം കഴിഞ്ഞ് എല്ലാ പൈശാചികമായ ബന്ധനങ്ങൾ കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. അവിചാര, മന്ത്രവാദ, ദുർസേവകൾ, ദുർഭൂത ശക്തികളെ എല്ലാം കർത്താവ് ഈ കുടുംബങ്ങളിൽ വിടിവിക്കപ്പെട്ട് ഇവരൊന്ന് സ്വതന്ത്രമായി മാറുവാൻ, ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുവാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാഷ്ട്രത്തിന് സമാധാനം കൊടുക്കണമേ. ജനത്തിന് സമാധാനം കൊടുക്കണം. 2 വീലും 3 വീലും 4 വീലും ഒക്കെ യാത്ര, കരയിലും കടലിൽ യാത്രയിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്, സൈൻസ് ഓടിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മേഖലയുടെ അരികെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കണം. അനവധി കുടുംബം കണ്ണുനീരിൽ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ കരം നീട്ടി വിടിവിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.